നടപടികൾക്കെതിരെ ഇറാനിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രക്ഷോഭങ്ങളെ ഖമനേയിയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഇറാൻ സർക്കാരുകൾ അടിച്ചമർത്തുന്നതും അടുത്ത കാലത്ത് ലോകം കണ്ടു. ഒരു പാവ സർക്കാരിനെ അധികാരത്തിലേക്കുക എന്നതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തന്ത്രം. ഇറാനായി മാറ്റുക എന്നതാണ് ലക്ഷ്യം. ഇറാനെ ആക്രമിക്കാൻ നടത്തുക എന്ന ലക്ഷ്യത്തോടെ ജൂൺ 22-ന് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തി. പക്ഷേ ആക്രമണം ലക്ഷ്യം കണ്ടില്ല. മാത്രമല്ല ഖത്തറിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇറാൻ തിരിച്ചടിച്ചു. അതോടെ അമേരിക്ക പിന്മാറി. പക്ഷേ ഇറാനാണ് അമേരിക്കയുടെ അടുത്ത ശത്രുക്കളിലൊന്ന്. 2026 ഇറാനെതിരായ നീക്കങ്ങൾ അമേരിക്ക ശക്തിപ്പെടുത്തും. അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം വെനസ്വേലയാണ്. മയക്കുമരുന്ന് കള്ളക്കടത്തിനെ പ്രോത്സാഹിപ്പിക്കും. അതെല്ലാം സഹായങ്ങളും ചെയ്യുന്നുണ്ടെന്ന വ്യാജ ആരോപണത്തിലേക്കാണ് വെനസ്വേലയെ ഇല്ലാതാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പ്രഖ്യാപനം വെനസ്വേലയ്ക്ക് നേരെയുള്ള അമേരിക്കൻ നീക്കവും തമ്മിൽ ബന്ധമുണ്ട്. കാരണം 2025-ലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹമെന്ന് ഡൊണാൾഡ് ട്രംപ് പലതവണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ട്രംപിന്റെ വിശ്വസ്തയായ വെനസ്വേല പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചോറോയ്ക്ക്. നിക്കോളാസ് മഡുറോയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരാണ് ഇപ്പോൾ വെനസ്വേല ഭരിക്കുന്നത്. അമേരിക്കയുടെ തീരുമാനങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാത്ത രാജ്യമാണ് വെനസ്വേല. ആ രാജ്യത്തെ കൈക്കീഴാക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക ആരംഭിച്ചിട്ട് കാലത്തുകയായി. വെനസ്വേലയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. ലോകത്ത് എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നാണ് വെനസ്വേല. ഇവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്കൻ പക്ഷ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി. ഇങ്ങനെ എല്ലാം ചെയ്തിട്ടും വെനസ്വേലയെ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് ആവുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വെനസ്വേലയ്ക്കെതിരെ സൈനിക നീക്കം ആരംഭിക്കുന്നത്. മയക്കുമരുന്ന് കടത്തിന് വെനസ്വേല പിന്തുണ നൽകുന്നുവെന്ന് ആരോപിച്ചാണ് അമേരിക്കൻ നടപടി. എന്നാൽ ഇതിന്റെ എന്തെങ്കിലും തെളിവുകൾ കൊണ്ടുവരാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. ഇപ്പോൾ നാവിക ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ അമേരിക്കയ്ക്ക് ലക്ഷ്യം ഒട്ടും എളുപ്പമല്ല. വിയറ്റ്നാമിലെയും ക്യൂബയിലെയും സർക്കാരായി അമേരിക്ക നടത്തിയ നീക്കങ്ങൾ ലക്ഷ്യം കണ്ടില്ല. ഇതുതന്നെയായിരിക്കും വെനസ്വേലയിലും കാണാൻ പോകുന്നത്. ഇന്ത്യൻ പ്രക്ഷോഭത്തിന് മുന്നിൽ പിടിച്ചുനിൽക്കാനാവാതെ നേപ്പാളിലെ ശർമ്മ സർക്കാർ രാജിവെച്ചു. ഇന്ത്യൻ പ്രക്ഷോഭത്തിലൂടെ അമേരിക്കയുടെ കരങ്ങളുണ്ടായി. രാജ്യഭരണം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നേപ്പാളിൽ ഇപ്പോൾ നടത്തുന്നുണ്ട്. വിമർശന ചോദ്യം കഴിഞ്ഞാൽ